അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെ ആദ്യ പരീക്ഷ, മദ്രസ പാദവാർഷിക പരീക്ഷ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 24-ാം തീയതി, ജൂലൈ 24-ാം തീയതി നമ്മുടെ മദ്രസയിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരുങ്ങി തയ്യാറാകുക. പരിപൂർണ വിജയം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 24-ാം തീയതിയാണ് പരീക്ഷ ആരംഭിക്കുന്നതെങ്കിലും 1-ാം ക്ലാസ്സിന് ജൂലൈ 26, 27 ദിവസങ്ങളിലാണ്, ശനി ഞായർ ദിവസങ്ങളിലാണ്. ആദ്യം 24-ാം തീയതി തുടങ്ങുമ്പോൾ ഖുർആൻ പരീക്ഷയാണ്. 2-ാം ക്ലാസ്, 3-ാം ക്ലാസ് എന്ന ക്ലാസ്സുകളിലെ കുട്ടികൾക്കൊക്കെ, 7 വരെയുള്ള കുട്ടികൾക്കൊക്കെ ഖുർആൻ പരീക്ഷയാണ് അന്ന് നടക്കുന്ന ഹിഫ്ള് ഖുർആൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 26-ാം തീയതി, 27 എന്നീ ദിവസങ്ങളിൽ തഫ്ഹീം വായന 14 പാഠം, തഫ്ഹീം എഴുത്ത് 14 പാഠങ്ങൾ എന്നിവയാണ് 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള പരീക്ഷ. മദ്രസിലെ ആദ്യ പരീക്ഷ അഭിമുഖീകരിക്കുന്നത് കൊണ്ട് 1-ാം ക്ലാസ്സുകാർക്ക് പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടി വീട്ടിൽ വെച്ചുകൊണ്ട് കൃത്യമായി തഫ്ഹീമിലെ 14 പാഠഭാഗങ്ങൾ പഠിക്കുക. അതുപോലെ മനോഹരമായി എഴുതാനും ശീലിപ്പിക്കുക. ഈ 2 തുടക്ക പരീക്ഷയായതുകൊണ്ട് വളരെ കുറഞ്ഞ രീതിയിലായിരിക്കും പരീക്ഷ നടത്തപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ കുട്ടികളതിനെ ഒരുക്കി തയ്യാറാക്കുക. രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. ഉസ്താദുമാർ കഴിവിൻ്റെ പരമാവധി മദ്രസയിൽ വെച്ച് പഠിപ്പിക്കുകയും എഴുതിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ കാര്യം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോകുക. മുമ്പ് പറഞ്ഞതുപോലെ 2-ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ഖുർആനുമായിട്ട് ബന്ധപ്പെടുന്നത് കൊണ്ട് ഖുർആൻ, ഹിഫ്ള് എന്നീ 2 വിഷയങ്ങൾ ആദ്യം പരീക്ഷ ആരംഭിക്കും. ജൂലൈ 24 മുതൽ സൂറത്തുൻ നബ മുതൽ നമ്മൾ ഓതിയ അമ്മയത്ത് സഅലൂൻ എന്നുള്ള സൂറത്ത് മുതൽ സൂറത്ത് തക്വീർ, ദശംസു കുവിറത്ത് എന്നുള്ള സൂറത്ത് വരെയായിരിക്കും അവർക്ക് ഖുർആൻ ഓതാനുണ്ടായിരിക്കുക. ഹിഫ്ള്, ഫാത്തിഹ, ഇഖ്ലാസ്, ഫലഖ്, നാസ് എന്നീ സൂറത്തുകളും, അവിടെ 2-3 സൂറത്തുകളെ ഹിഫ്ളിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുപോലെ ജൂലൈ 28 തിങ്കൾ ഫിഖ് 4 പാഠം, ജൂലൈ 29 ചൊവ്വ ലിസാൻ 4 പാഠം, ജൂലൈ 30 ബുധൻ അഖീദ 4 പാഠം, ജൂലൈ 31 വ്യാഴം ദുറൂസ് 4 പാഠം എന്നീ വിഷയങ്ങളായിരിക്കും അവർക്ക് 2-ാം ക്ലാസ്സിന് പരീക്ഷ ഉണ്ടായിരിക്കുക. 3-ാം ക്ലാസ് ആരംഭിക്കുന്നത് ഖുർആൻ, ഹിഫ്ള് എന്നിവ തന്നെയാണ്. 24-ാം തീയതി അവർക്കും 2-ാം ക്ലാസ്സിനെ പോലെ ഖുർആൻ, ഹിഫ്ള് പരീക്ഷ ഉണ്ടായിരിക്കും. സൂറത്തുൽ മുജാദല, സൂറത്തുൽ മുർസലാത്ത് വരെയായിരിക്കും അവർക്ക് ഖുർആൻ നോക്കി ഓതാനുണ്ടായിരിക്കുക. ഹിഫ്ള്, ഫാത്തിഹ, അതുപോലെ അൽ ഖാരിഅ മുതൽ സൂറത്തുൻ നാസ് വരെ എന്നിവയാണ് ഹിഫ്ള് അവർക്കുണ്ടായിരിക്കുക. അതുപോലെ തദ്രീബ് ഖുർആനിൻ്റെ കൂടെയായിരിക്കും തദ്രീബ് ഉണ്ടായിരിക്കുക. അത് ശ്രദ്ധിക്കുക. 4 പാഠങ്ങൾ തദ്രീബിലെ പാഠഭാഗങ്ങൾ നല്ലവണ്ണം പഠിക്കുക. അപ്പോൾ ഖുർആൻ, ഹിഫ്ള്, തദ്രീബ് ഒന്നിച്ചായിരിക്കും വ്യാഴാഴ്ച പരീക്ഷ ഉണ്ടായിരിക്കുക. ശ്രദ്ധിക്കുക. അതുപോലെ ജൂലൈ 26 അഖീദ 4 പാഠം, ജൂലൈ 27 ഫിഖ് 6 പാഠം, ജൂലൈ 28 തിങ്കൾ ലിസാൻ 4 പാഠം, ജൂലൈ 30 ബുധൻ ദുറൂസ് 4 പാഠം, ജൂലൈ 31 താരിഖ് 6 പാഠം, വ്യാഴം എന്നിങ്ങനെയാണ് അവർക്ക് പരീക്ഷ ഉണ്ടായിരിക്കുക. അതും ശ്രദ്ധിക്കുക. 4-ാം ക്ലാസ് ജൂലൈ 24 വ്യാഴം എല്ലാവരും പോലെ ഖുർആൻ, ഹിഫ്ള്, തദ്രീബ് എന്നീ വിഷയങ്ങൾ. ഖുർആനിൽ ഫുർഖാൻ മുതൽ സൂറത്തുൽ ഫുർഖാൻ മുതൽ അങ്കബൂത്ത് വരെ നോക്കി ഓദിക്കും. അതിൻ്റെ ഏതെങ്കിലും ഭാഗത്തിൽ നിന്ന് നോക്കി ഓദിക്കും. അതുപോലെ ഹിഫ്ള് ഇദാ സുൽസിലത്തി മുതൽ നാസ് വരെയും, അതുപോലെ ബയ്യന, ലം യകുനില്ലദീന കഫറു, അഅല, സബ്ബിഹ്ഇസ്മ റബ്ബിക്കൽ അഅല, അലഖ്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നീ 3 സൂറത്തുകളും ഇദാ സുൽസിലത്തി മുതൽ നാസ് വരെ ഹിഫ്ള് ഓദിക്കും. തദ്രീബ് 4 പാഠം. അതുപോലെ ശനി 26 താരിഖ് 5 പാഠം, തിങ്കൾ 28 ദുറൂസ് 4 പാഠം, ചൊവ്വ 29 അഖീദ 4 പാഠം, ബുധൻ 30 ഫിഖ്ഹിലെ 6 പാഠം, വ്യാഴം 31 ലിസാന് 3 പാഠങ്ങൾ. ഈ വിഷയങ്ങളാണ് 4-ാം ക്ലാസ്സിൽ പരീക്ഷ നടക്കുന്നത്. വളരെ കുറഞ്ഞ പാഠങ്ങളല്ലേ. ലിസാനിലൊക്കെ 3 പാഠേ പരീക്ഷയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ളൂ. പ്രിയമുള്ള 5-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൊതുപരീക്ഷയാണ് 5-ാം ക്ലാസ്സിൽ. അപ്പോൾ കൃത്യമായിട്ട് തന്നെ
തുടക്കത്തിൽ തന്നെ നമ്മൾ പരീക്ഷയും മറ്റുള്ള പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ഗൗരവത്തിൽ ചിന്തിച്ച് മുന്നോട്ട് പോകണം. അള്ളാഹു പരിപൂർണ വിജയം നൽകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് 24-ാം തീയതി തന്നെ വ്യാഴാഴ്ച എല്ലാവരെയും പോലെ ഖുർആൻ ഹിഫ്ള് നമ്മൾ പറഞ്ഞു 7 വരെ ഖുർആൻ ഹിഫ്ള് എന്നീ വിഷയങ്ങളുണ്ടായിരിക്കും. 4 ജുസ് തുടക്കം മുതൽ 4 ജുസ് ആയിരിക്കും അവർക്ക് ഖുർആൻ ഉണ്ടായിരിക്കുക. അതുപോലെ യാസീനിൽ 32 ആയത്തുകൾ ഹിഫ്ളും ഉണ്ടായിരിക്കും. യാസീനിൽ 32 ആയത് ഹിഫ്ളുണ്ടായിരിക്കും. അതുപോലെ ജൂലൈ 26 ശനി അഖ്ലാഖ് 4 പാഠം, ഞായർ 27 തജ്വീദ് 6 പാഠം, തിങ്കൾ 28 അഖീദ 4 പാഠം, ചൊവ്വ 29 താരീഖിൽ 4 പാഠം, ബുധൻ 30-ാം തീയതി ലിസാൻ 4 പാഠം, വ്യാഴം 31 ഫിഖ്ഹിൽ 9 പാഠം എന്നിങ്ങനെ ഫിഖ്ഹിലാണ് കൂടുതൽ പാടുള്ളത്. ബാക്കിയുള്ളതൊക്കെ കുറഞ്ഞ പാടുള്ളൂ. 6-ാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം 5-ാം ക്ലാസ്സിൽ തീക്ഷ്ണമായ പഠനവും പരീക്ഷയൊക്കെ കഴിഞ്ഞ് വളരെ റാഹത്തോടു കൂടി 6-ാം ക്ലാസ്സിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ വിഷയങ്ങളാണ്. 5-ാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം 6-ലെത്തുമ്പോൾ വളരെ കുറഞ്ഞ വിഷയങ്ങളാണ് നമുക്ക് 6-ലുള്ളത്. ഖുർആൻ ഹിഫ്ള് എന്നീ വിഷയങ്ങളാണ് തുടക്കം 24-ാം തീയതി മറിയം സൂറത്ത് മുതൽ നംല് വരെ. അതുപോലെ ഹിഫ്ള് സൂറത്തുൽ മുൽക്കാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സൂറത്തുൽ മുൽക്കാണ് ഹിഫ്ള് ഉണ്ടായിരിക്കുക. അതുപോലെ ശനി 4 വിഷയങ്ങളേ ഉള്ളൂ. മറ്റുള്ള ക്ലാസ്സുകളെ പോലെ 5-ാം ക്ലാസ് പോലെയല്ല, കുറഞ്ഞ വിഷയങ്ങളേ ഇതിലുള്ളൂ. ഫിഖ്ഹ് 8 പാഠം, ലിസാൻ 4 പാഠം, ദുറൂസ് 4 പാഠം, താരീഖ് 6 പാഠം. ശനി, ഞായർ, ചൊവ്വ, ബുധൻ എന്നീ ദിവസങ്ങളിലാണ് അവർക്ക് പരീക്ഷ നടക്കുന്നത്. ജൂലൈ 26, 27, 29, 30. അപ്പോൾ ഇട ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒഴിവുണ്ടാകും, ലീവുണ്ടാകും. അത് ശ്രദ്ധിക്കുക. പാഠഭാഗങ്ങളൊക്കെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. 7-ാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പരീക്ഷയിലേക്ക്, പൊതുപരീക്ഷയിലേക്ക് അവർ നീങ്ങുകയാണ്. 5-ാം ക്ലാസ് പോലെ അല്ല, കുറഞ്ഞ വിഷയങ്ങളേ ഉള്ളൂ. നമുക്കറിയാം 7-ാം ക്ലാസ്സിൽ വളരെ സഹിലായ, വളരെ സുഖകരമായ വിഷയങ്ങളാണ് അതിലുള്ളതൊക്കെ. ഖുർആൻ ഹിഫ്ള് എന്നിവ 24-ാം തീയതി നിങ്ങൾക്ക് ആരംഭിക്കും. ജുസ് 1 മുതൽ നിസാ അടക്കമുള്ള നിസാ വരെയുള്ള സൂറത്തുകളാണ് നോക്കി ഒതുക്കാനുണ്ടെങ്കിൽ. വാക്യ സൂറത്തുൽ വാക്യ, ഇതാവക്കായത്തിൽ വാക്യ 37 ആയത്ത്. അതുപോലെ ശനി, ഞായർ, തിങ്കൾ, ബുധൻ 26, 27, 28, 30 ദിവസങ്ങളിൽ ലിസാൻ 5 പാഠം, താരീഖ് 9 പാഠം, ഫിഖ്ഹ് 6 പാഠം, ദുറൂസ് 4 പാഠം എന്നിങ്ങനെ 4 വിഷയങ്ങൾ മാത്രം ഒതുങ്ങിയ വളരെ സുഖമുള്ള ഒരു ക്ലാസ്സാണ്. ക്ലാസ് ജൂലൈ 26, 28, 29, 30 എന്നീ ദിവസങ്ങളിൽ ദുറൂസ് 6 പാഠം, 5 പാഠം താരീഖ്, ലിസാൻ 4 പാഠം, 31 ഫിഖ്ഹ് 5 പാഠം. 4 വിഷയങ്ങൾ മാത്രം അടങ്ങിയ ക്ലാസ്സാണ്. അതിൽ ഖുർആൻ അതുപോലെ ഹിഫ്ളൊന്നും 8-ാം ക്ലാസ്സിലില്ല. വളരെ അറബിയുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുന്നൊരു ക്ലാസ് കൂടിയാണ് 8-ാം ക്ലാസ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ചോദ്യോത്തരങ്ങളൊക്കെ അറബിയിൽ തന്നെ കഴിവിൻ്റെ പരമാവധി പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഉത്തരം എഴുതുമ്പോൾ കൃത്യമായിട്ട് അറബിയിൽ തന്നെ ആൻസർ ചെയ്താനും ശ്രദ്ധിക്കുക. ക്ലാസ് 9 ജൂലൈ 27 ഞായർ ലിസാൻ 4 പാഠം, ജൂലൈ 28 ഫിഖ്ഹ് 5 പാഠം, ജൂലൈ 30 ദുറൂസ് 4 പാഠം, ജൂലൈ 31 താരീഖ് 8 പാഠം. ഇതിൽ താരീഖ് കുറച്ച് കൂടുതൽ പാഠമുണ്ട് എങ്കിൽ പോലും വളരെ സഹിലായ എളുപ്പമുള്ളൊരു വിഷയം കൂടിയാണ് താരീഖ്. ചരിത്ര പാഠങ്ങളാണ് നമ്മൾ ഇതുവരെ നമ്മൾ പല ക്ലാസ്സുകളിലും കേട്ട് പോന്നിരുന്ന ചരിത്രങ്ങളാണ് 8-ാം ക്ലാസ്സിലുള്ളത്. പാഠഭാഗങ്ങൾ ആദം നബിയുടെ, അതുപോലെ ഒരുപാട് നബിമാരുടെ ചരിത്രങ്ങളാണ്. അത് അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകം അറബിയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ ക്ലാസ് മനസ്സിലാക്കിയവർക്ക് വളരെ സന്തോഷമായിട്ട് അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ അത് പരീക്ഷ എഴുതാൻ സാധിക്കും. മറ്റുള്ള പാഠഭാഗങ്ങളൊക്കെ വളരെ കുറഞ്ഞ പാഠഭാഗങ്ങളേ ഉള്ളൂ. 4 പാഠം 5, 4 പാഠം ദുറൂസ്, ഫിഖ്ഹ്, ലിസാനൊക്കെ 4 പാഠങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ വിഷയങ്ങൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ച് അറബിയുമായി ബന്ധപ്പെടുത്തി പഠിക്കുക. അൽഹംദുലില്ലാ, 10-ാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം 2 പൊതുപരീക്ഷകൾ കഴിഞ്ഞിട്ടാണ് അവർ 10-ാം ക്ലാസ്സിലേക്ക് വരുന്നത്. പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളെയും അഭിനന്ദിക്കുകയാണ്. അള്ളാഹു പരിപൂർണമായ വിജയം നിങ്ങൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് +2 വരെ കൃത്യമായി പഠിച്ചുകൊണ്ട് മദ്രസ സംവിധാനങ്ങൾ, പഠനങ്ങൾ, അള്ളാഹുവിൻ്റെ ഇൽമ് പഠിക്കാനുള്ള താല്പര്യം നിങ്ങൾക്ക് കാണിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ജൂലൈ 26, 28 തിങ്കൾ,
ജൂലൈ 29 ചൊവ്വ, ജൂലൈ 30 ബുധൻ എന്നീ ദിവസങ്ങളിലാണ് നിങ്ങൾക്ക് പരീക്ഷ ഉള്ളത്. വളരെ കുറഞ്ഞ പാഠം, ഫിഖ് 6 പാഠം, ലിസാന് 6 പാഠം, ദുറൂസ് 4 പാഠങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ തഫ്സീറുള്ളത് 9 പാഠങ്ങളാണുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം 8ാം ക്ലാസ് മുതൽ നമ്മൾ അറബിയുമായിട്ട് ബന്ധപ്പെടുന്ന അതല്ല, 1ാം ക്ലാസ് മുതൽ തന്നെ നമ്മൾ അറബിയുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അദബുൻ ഇബർ എന്നൊക്കെ തുടങ്ങുന്നത് തന്നെ അറബിയിലാണ് നമ്മൾ തുടങ്ങുന്നത്. അതുപോലെ 8ലെത്തുമ്പോഴത്തേക്ക് പരിപൂർണമായി കൊണ്ട് നമ്മൾ അറബിയുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ പരീക്ഷ അറബിയിൽ തന്നെ ആൻസറൊക്കെ എഴുതാൻ നിങ്ങൾ ശ്രമിക്കുക. +1 ജൂലൈ 26 ലിസാൻ 4 പാഠം, ജൂലൈ 27 ഞായർ തഫ്സീർ 5 പാഠം, ജൂലൈ 29 ചൊവ്വ ഫിഖ് 6 പാഠം, ജൂലൈ 31 വ്യാഴം ദുറൂസ് 5 പാഠങ്ങൾ. വളരെ കുറഞ്ഞ വിഷയങ്ങളുള്ളൂ അവർക്കുള്ളത്. അതുപോലെ അവർക്ക് കുറഞ്ഞ പാഠഭാഗങ്ങളെ അവർക്കുള്ളൂ. അത് പഠിക്കുകയും നമ്മൾ പറഞ്ഞതുപോലെ അറബിയിൽ തന്നെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിക്കൊണ്ട് ആൻസർ എഴുതാൻ ശീലിക്കുക, അത് പഠിക്കുക. നിങ്ങൾ ഇനി അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് തൗഫീഖ് ഉണ്ടെങ്കിൽ +2ലേക്ക് കാരണം അതിലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കരസ്ഥമാക്കാനൊക്കെ അറബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ വളരെ സുഖകരമായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. +2 വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മദ്രസിൻ്റെ അഭിമാന താരങ്ങളാണ് അവർ. സ്കൂള് ഒരു ഭാഗത്ത് ഗൗരവമായിട്ട് പഠിക്കുമ്പോൾ തന്നെ മദ്രസ വിഷയങ്ങളൊക്കെ +2 വിഷയങ്ങളൊക്കെ സഗൗരവം അവർ ശ്രദ്ധിക്കുകയും വീക്ഷിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടെ അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്കും പറയപ്പെട്ട എല്ലാവർക്കും ബുദ്ധിയും ഓർമ്മശക്തിയും ദീന് വളർത്താനുള്ള കഴിവുമൊക്കെ അള്ളാഹു അവർക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ജൂലൈ 27, 28, 29, 31 ദിവസങ്ങളിലായിക്കൊണ്ട് ദുറൂസ്, ഫിഖ്, തഫ്സീർ, ലിസാൻ എന്നീ പാഠഭാഗങ്ങൾ വളരെ കുറഞ്ഞ പാഠങ്ങളാണ്. 4 പാഠം, 5 പാഠം, 4 പാഠം, 4 പാഠങ്ങൾ എന്നിവയാണ് ഉള്ളത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, പഠിക്കുക, പരീക്ഷ എഴുതുക.